ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചതുരത്തിലുള്ള ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഫുള്ള് ഒരു ബ്ലൂ കളറ് പെയിൻ്റ് അടിച്ച് കൊടുത്തു. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണി വെക്കാനായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ഞാൻ ആപ്പിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിൾ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ക്ലേ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായി ചെറിയൊരു ഹോള് പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഉണ്ടാക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് ആപ്പിൾ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. ചെറിയൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ഡോട്ട് പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓറഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഴം ഉണ്ടാക്കാം. കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് ഒക്കെ കൊടുത്താൽ മതി. വലിയ പണിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പഴവും റെഡിയായി. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൈതച്ചക്കയാണ്. അപ്പോൾ ഇതുപോലെ ക്ലേ ഈ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അധികം വലിപ്പമൊന്നും വേണ്ട. അതിനുശേഷം നമ്മുടെ കൈതച്ചക്കയുടെ പുറത്ത് ചെറിയ മുള്ള് പോലെ ഒരു ഇത് കാണുമല്ലോ, അത് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒരു കത്തിയോ അതോ കത്രികയോ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം കൈതച്ചക്കയുടെ മുകളിലായിട്ട് കുറച്ച് ഇലയൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വെക്കുന്നില്ല. വളരെ കുറച്ച് നമ്മൾ എപ്പോഴും വെക്കാറുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ മാത്രമേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാക്കിയാലും നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അത് കാരണം പിന്നെ ഒത്തിരി വലിച്ചു വാരി ഒട്ടിച്ച് കൊടുത്താലും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ കൈതച്ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ചെറിയൊരു വാൽക്കണ്ണാടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ഒരു ഭാഗം ഇതുപോലെ കുറച്ച് നീളത്തിലൊന്ന് ആ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ മിററിന് പകരം നമ്മുടെ അലുമിനിയം ഫോയിലില്ലേ, അലുമിനിയം ഫോയിൽ പേപ്പർ റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള മിറർ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. അതിനുശേഷം അതിന് സൈഡിൽ കൂടെ ചെറിയൊരു ഡിസൈൻ പോലെ ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുത്തു. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങയുടെ മുറിയാണ്. അത് വലിയ ഉണ്ടാക്കാൻ പാടൊന്നുമില്ല. ക്ലേ കുറച്ച് റൗണ്ടിൽ ഉരുട്ടിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ റൗണ്ട് സാധനം വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മുടെ തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. കണി വയ്ക്കുമ്പോൾ എല്ലാവരും മറക്കാതെ വെക്കുന്ന ഒരു സാധനമാണ് വെള്ളരി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വെള്ളരിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. വെള്ളരി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത് മുന്തിരിയാണ്. അപ്പോൾ ആദ്യം ക്ലേ ഒന്ന് നീളത്തിൽ പരത്തി ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്ലേ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഒരുവിധം ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഡ്രൈ ആയിട്ട് നമുക്കിനി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെയിൻറ്റ് ചെയ്യലാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സിനൊക്കെ ഒന്ന് ഫുള്ള് കളർഫുള്ളാക്കി എടുക്കാം. ഫസ്റ്റ് ഞാൻ ഓറഞ്ചാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്. അതിനുശേഷം ഞാൻ വെള്ളരിയാണ് എടുത്തത്. ഫസ്റ്റ് വെള്ളരിക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ലൈൻ പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വരച്ച് കൊടുത്തു. അപ്പോൾ അത് ഡ്രൈ ആയപ്പം കറക്റ്റ് ഒരു വെള്ളരിയുടെ ലുക്കൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പഴമാണ്. പഴത്തിന് ഞാനൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് കൊടുത്തത്. പിന്നെ ഞാനൊരു മാങ്ങയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പം വിട്ടുപോയി കാണിക്കാനായിട്ട്. ഇങ്ങനെ മാങ്ങയ്ക്ക് ഒരു ഗ്രീൻ കളറും യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ആപ്പിളിന് ഫസ്റ്റ് റെഡ് കളർ കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ട് മുകൾ ഭാഗത്ത് മാത്രം കൊടുത്തു. അങ്ങനെ നമ്മുടെ ആപ്പിളും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൈതച്ചക്കയുടെ മുകൾ ഭാഗത്ത് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് യെല്ലോ ഷെയ്ഡ് ഫസ്റ്റ് കൊടുത്തു. അതിന് മുകളിലേക്ക് കുറച്ച് ഡാർക്ക് യെല്ലോയും കുറച്ച് ഓറഞ്ചും കൂടെ മിക്സ് ആക്കി കൊടുത്തു. പിന്നെ ഞാനൊരു ചക്കയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. ചെറിയൊരു ചക്ക കേട്ടോ. ഇനി നമ്മുടെ അടുത്തതായിട്ടുള്ളത് വാൽക്കണ്ണാടിയാണ്.
വാൽക്കണ്ണാടിയുടെ സൈഡിൽ ഒരു ബ്രൗൺ കളറാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ മുന്തിരിക്ക് കളർ കൊടുത്തു. മുന്തിരിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആ കളർ തന്നെ. പിന്നെ തേങ്ങയ്ക്ക് പുറത്ത് ബ്രൗൺ കളർ കൊടുത്തിട്ട് അകത്ത് വെള്ള കളർ കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ചെറിയൊരു പാത്രം പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിന് പകരം വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടും ഇതുപോലെ ഒന്നൊരു പാത്രത്തിൻ്റെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിൽസൊക്കെ ഇല്ലേ, നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന അങ്ങനത്തെ ബോട്ടിൽസ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോഴും ചെറിയൊരു പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ക്ലേ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ക്ലേ അതിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ചെറിയൊരു ക്ലേയുടെ ഒരു പീസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു പീസ് പോലെ ഇങ്ങനെ ഏറ്റവും മുകൾ ഭാഗം കാണും. എന്നിട്ട് എന്തെങ്കിലും സാധനം വെച്ച് കത്തി എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡിസൈൻ പോലെ തോന്നിക്കായിട്ടൊക്കെ ഒന്ന് വരച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കണിക്കൊന്ന പൂവും കൂടി ഉണ്ടാക്കിയെടുക്കാം. വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സാധനമാണ് കണിക്കൊന്ന പൂവ്. അപ്പം കണിക്കൊന്ന പൂവ് ഇല്ലെങ്കിൽ നമ്മുടെ വിഷു ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കൊന്നപ്പൂവും കൂടി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പൂ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അധികം ഗ്യാപ്പില്ലാതെ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. കൊന്നപ്പൂവൊക്കെ ഒട്ടിച്ച് ഞാൻ ബോട്ടിൽ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റും കൂടെ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ താഴത്തെ പാത്രത്തിന് ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കോപ്പർ മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തു. നമ്മൾ ഒരുവിധം എല്ലാവരും തന്നെ കണിയൊക്കെ വയ്ക്കുക ഇങ്ങനെ ഓട്ടുരുളി അങ്ങനത്തെ പാത്രത്തിലൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോപ്പർ കളർ കൊടുത്തത്. നിങ്ങൾക്ക് കോപ്പറിന് വേണമെങ്കിൽ ഗോൾഡൻ കളറൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് കൊന്നപ്പൂവിനും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കൊന്നപ്പൂവിന് ഞാൻ ലെമൺ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ചെറിയൊരു ഡാർക്ക് യെല്ലോയും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കൊന്നപ്പൂവിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണുള്ളത്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്രൂട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ആ പാത്രത്തിലേക്കൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണം. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഗ്ലൂ ഗണ്ണാകുമ്പോൾ അത് വേഗം തന്നെ ഒട്ടിക്കിട്ടും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വിഷുക്കണി ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ബോട്ടിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.